നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യും. ബൈക്കിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആണ്. നമ്മളിതിന് മുമ്പ് വാഗമണിൽ ഓഫ് റോഡ് വീഡിയോ റിപ്ലൈ എനിക്ക് കുറേ കമൻറ്റ്സ് വന്നായിരുന്നു. KLX 230 നമ്മളെടുത്ത വണ്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാര്യം ഞാനും അമലും കൂടെ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഒരു ഓഫ് റോഡ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ആണോ? നാളെവിടെയാ? തിരുവല്ല. താങ്ക് യു സോ മച്ച്. പേരെങ്ങനെ? മനു. ഞങ്ങള് വണ്ടി കണ്ടു നോക്കിയതാ. നമ്പർ കിട്ടിയോ? മോന്റെ പേരെന്നാ? താങ്ക് യു സോ മച്ച്. ഒരു പേരാണോ? നവീൻ. എന്നാ ചെയ്യുന്നത് നിങ്ങള്? പഠിക്കുക. എന്താ ഡിഗ്രി ആണോ? ഡിഗ്രി. ഞാൻ ജോലി ചെയ്യും. അപ്പൊ കണ്ടേ സന്തോഷം. വീഡിയോക്ക് തോന്നാ കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. താങ്ക് യു. അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ബൈ പറഞ്ഞിട്ട് ഇവിടുന്ന് നേരെ പോകുന്നത് ഏലപ്പാറയ്ക്കാണ്. കുട്ടിക്കാനം ഇപ്പറേ നമ്മൾ ഉറുമ്പിക്കരയാണ് കേട്ടോ ഇന്ന് പോകുന്നത്. നമ്മൾ പോകുന്നത് മോട്ടോർ ട്രയൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇർഫാൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഓഫ് റോഡ് സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് കുറച്ച് കറക്ഷൻസും നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഇച്ചിരി മനസ്സിലാക്കാനായിട്ടുണ്ട്. ഈ ഒരു വണ്ടീനെ കുറിച്ച് പേഴ്സണലി എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ആയിട്ട് തോന്നിയ അഡ്വാൻറ്റേജ് ഈ വണ്ടിയുടെ ഒരു വെയിറ്റ് ആണ് കേട്ടോ. 138 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പക്ഷേ എഗെയിൻ ഇതിൻ്റെ പുറത്തായിട്ട് ഫുഡ് പെക്സ് നമുക്ക് ആവശ്യമില്ല സാധനമാണ്. അത് എടുക്കുവാണെങ്കിൽ ഒരു 1.5 കിലോ കൊണ്ട് കുറയും. സൈലൻസർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ വീണ്ടും നമുക്കൊരു 5 കിലോ കുറയ്ക്കാനായിട്ട് വരും. അങ്ങനെ ഏകദേശം 100-120 കിലോ ഉള്ള വണ്ടിക്ക് വെയിറ്റ് വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹോട്ടലിലാണ് അവർ ഇന്നലെ സ്റ്റേ ചെയ്തത്. നമ്മൾ ജസ്റ്റ് ഒരു ദിവസത്തേക്കാണ് വന്നത്. കാരണം എനിക്ക് നമുക്ക് ഇന്നലെ ഒരു വൈകിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നിന്റെ പുറകിൽ ഇനി അല്ല ഇനി വരുന്നത് അല്ല, അല്ലെങ്കിൽ നിന്നെ കിട്ടത്തില്ല. മിറർ അഴിച്ചേക്കാം. ഓക്കെ, അപ്പൊ പുതിയതായിട്ട് വന്ന ആളുകളോടാണ്, എല്ലാവരോടും കൂടെയാണ്, പുതിയതായിട്ട് വന്നവരോട് മാത്രമല്ല എല്ലാവരോടും കൂടെയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് വണ്ടി നല്ലോണം പുഷ് ചെയ്തൊക്കെ ഓടിക്കാനുള്ള സ്ഥലം ഒരു സ്പോട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ പറയും ഇവിടുന്ന് സമാധാനത്തിൽ ഓടിച്ചാൽ മതി. കാരണം വഴിയിൽ ആളുകളുണ്ട്, ലോക്കൽസ് ഉണ്ട്, പണികൾ കുറേ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ ഒന്ന് ബഹുമാനിച്ച് പോകണം. വെറുതെ റോട്ടിലിട്ടിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഞങ്ങളൊരു വണ്ടിയിൽ പോകണ്ട, നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകണ്ട, സമാധാനത്തിൽ പോയാൽ മതി. പിന്നെ കുറച്ച് ഒരു ടെക്നിക്കൽ ഏരിയ ഉണ്ട്, അപ്പോൾ അവിടെ എന്തായാലും 1-2 പേരൊക്കെ വീഴാനുള്ള ചാൻസസ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് എല്ലാവർക്കും കൂടെ പൊളിച്ചൊക്കെ ഓടിക്കാം. അതുപോലെ തന്നെ വഴിയിൽ പല ആളുകളെയും കാണും, റൈഡേഴ്സ് ആയിട്ടുള്ള പല ആളുകളും നമ്മുടെ ഒപ്പം വരും, ഇതൊക്കെ ചെയ്യും. അവരെങ്ങനെ വേണമെങ്കിലും ഓടിച്ചോട്ടെ, നമ്മൾ നമ്മുടെ ഒരു പരിപാടി വിട്ടിട്ട് പോകാൻ നിൽക്കരുത്. ഓക്കെ ഏട്ടാ, അതുകൊണ്ട് സേഫായിട്ട് ഓടിക്കുക. നമ്മുടെ ബാക്കിൽ വരിക. ഓക്കെ, ഞാൻ ഈ വണ്ടി എടുക്കാൻ പോകും. ഞാൻ നിന്റെ പുറകെ വരാവേ. Cause we want retribution.
retribution. Oh yeah, we want retribution. Oh yeah, we want retribution. Yeah, we ran out of patience. Boil up with the cold hard hatred. I can feel the vibration. ഓക്കെ ഓക്കെ ഫ്രണ്ട് ഇങ്ങോട്ടേക്കാ പോകണം ആ ഒരു മൂഡ്. ഇനിയിപ്പോ ഇതേപോലത്തെ കുറച്ച് സെക്ഷൻസ് ഉണ്ട് അവിടെ. Okay. അപ്പൊ നിങ്ങൾ ഓടിച്ചിട്ട് നിങ്ങൾ മൈൻഡിൽ എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്? ഇപ്പൊ ബ്രോക്ക് ഇതൊരു പ്രശ്നമായിട്ട് തോന്നില്ലേ? അങ്ങനെ എന്തൊക്കെയാണ് തോന്നണമെന്നൊന്ന് മൈൻഡിൽ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അത് നമുക്ക് പെട്ടെന്ന് ഓർക്കുമ്പോൾ വന്നതല്ല, ഇങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് എനിക്കത് തിരിച്ചു തരാൻ പറ്റും. ഓക്കെ ബ്രോ താങ്ക് യു. നമ്മളോട്ടുള്ളൂ. ഞാൻ കുറച്ച് വീഡിയോ കിട്ടുമെന്ന് ഇവിടെ ഇരുന്ന ഇങ്ങനെയുള്ള സ്ഥലത്ത് എന്തായാലും കിട്ടും. ഇപ്പൊ ബ്രോക്ക് സംഭവിച്ച സീൻ എന്താണെന്ന് വെച്ചാൽ ത്രോട്ടിലിന്റെ ഉണ്ട്, അത് വേറെ. രണ്ടാമത്തെ കേസും ബ്രോയുടെ വിഷൻ എന്ന് പറയും. ഇപ്പൊ ബ്രോ ഓടിക്കുമ്പോഴത്തേക്കും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ബ്രോ ഇവിടെ മാത്രമേ നോക്കുള്ളൂ. അത് ആ സാധനം നമ്മൾ മാറ്റണം. ഇല്ല, നമ്മുടെ സാധനം വെച്ചാൽ ലുക്ക് വെയർ യു ഹാവ് ടു ഗോ എന്നാണ്. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് അങ്ങോട്ടേക്ക് നോക്കാം. നമ്മൾ നേരെ പോകണം, നേരെ മാത്രം നോക്കാം. താഴത്തെ സാധനം നോക്കണം. അതായത് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പരിപാടി നോക്കി വെച്ചേക്കാണ്. നമ്മൾ ഇവിടെ മാത്രം നോക്കുമ്പോഴത്തേക്ക് ഇത് കവർ ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് നമ്മൾ അടുത്തതിലേക്ക് പോയി ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നേരെ മാത്രം നോക്കിയിട്ട്
കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകണം അല്ലേ? കുറച്ചുകൂടി ഒന്നല്ല, അതായത് നമ്മുടെ വിഷൻ ഇങ്ങനെയല്ല, ഇതാണ് വിഷൻ. ഓക്കെ, എപ്പോഴും അതിനാണ് ഈ മോട്ടോക്രോസ് ഹെൽമെറ്റിൽ ഇത്രയും വൈഡായിട്ട് തന്നേക്കുന്നത്. നമുക്ക് വിഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏത് സമയത്തും അറിഞ്ഞിരിക്കണം നമ്മുടെ അപ്പുറം ഇപ്പുറമൊക്കെ എന്താന്നുള്ളത്. തീർച്ചയായും. ഓക്കെ ബ്രോ, താങ്ക് യു. എല്ലാവരും പോയി ഗ്രിപ്പ് ചെയ്യണം, ടാങ്കിലല്ല ഗ്രിപ്പ് ചെയ്യല്. ഇതെന്താ പ്രശ്നം വെച്ചാൽ ശ്രദ്ധിച്ചോ, നമ്മുടെ ബോഡി വെയിറ്റ്. ഞാൻ നേരത്തെ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചില്ല, ഫ്രണ്ടിലേക്ക് വാ. അവിടെ വണ്ടി വരൂടെ?
എനിക്ക് മേടിച്ചായില്ലേ ഈ സാധനം കറക്റ്റാ. ഏതാ ഈ നിൽക്കുന്ന സാധനം ഇപ്പോൾ കറക്റ്റായപ്പം എനിക്ക് തോന്നുന്നത് മറ്റേത് കയ്യെല്ലാം അവരെ കഴിച്ചു കൊട്ടുമായിരുന്നു. നിങ്ങൾ ഇത്രയും കണ്ടുകഴിയുമ്പോഴേക്ക് ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും. ഞാനും അമലും ഈ ഒരു സെഷനിൽ ഈ ഒരു സ്പോട്ടിൽ ബിഗിനേഴ്സാണ്. നമ്മൾ 4x4 വണ്ടികളൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടും ബൈക്കിൽ ഇങ്ങനെ ട്രെയിൽ ചെയ്യുന്നത്. പക്ഷേ വണ്ടി എവിടെയും നമ്മളെ ഫെയിൽ ചെയ്തില്ല. നമ്മൾ വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാണ്ട് പറ്റി. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയ അഡ്വാൻറ്റേജ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റാണ് കേട്ടോ. വെയിറ്റ് പവർ റേഷ്യോ ആണ് ഈ തോന്നിയത്. കാരണം 120 കിലോ 125 കിലോ എന്ന് പറയുമ്പോഴേക്കും നോർമലി അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ലൈറ്റായിട്ടുള്ള ഒരു വെയിറ്റാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു റൈഡിങ് പോസ്റ്റർ നല്ല രസമാണ്. എല്ലാം കൊണ്ടും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ ഒരു വണ്ടി വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. അതുപോലെയാണ് നിങ്ങൾ ഇതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇനി നമ്മൾ ട്രൈ ചെയ്യേണ്ട ലൊക്കേഷൻസ് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇനി അങ്ങനെ പുതിയ പുതിയ ലൊക്കേഷൻസ് ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെഷനാണ് ഈ ഒരു സ്ഥലമാണെങ്കിൽ പോലും അത്യാവശ്യം വലിയ ഇപ്പോൾ വീഡിയോയ്ക്കത് കാണുമ്പോഴേക്കും അത്ര വലിയ കല്ലുകളായിട്ട് തോന്നിയില്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല കല്ലുകളൊക്കെയാണ് നടക്കുന്നത്. നിങ്ങൾ ആ ഒരു ഹൈലക്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സെഷനിൽ അമല വണ്ടി എടുക്കുന്ന അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വിചാരിക്കും ഇപ്പോൾ നമ്മളൊരു ബിഗിനർ ആയതുകൊണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു മൈൻഡാണ് കേട്ടോ. നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് ഒരു ഫുൾ മൈൻഡ് വേണം. അതായത് നമ്മളെ കൊണ്ട് ഇത് പറ്റും എന്നൊരു സംഭവം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടാനുള്ള സെക്കൻഡായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോട്ടോർ ട്രെയിൽസ് അറ്റൻഡ് ചെയ്ത ഒരു ഇവൻ്റാണ്. അപ്പം ഇതുപോലത്തെ സെഷൻസ് അവർ ഇനിയും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വരുന്ന ഫെബ്രുവരി 7-ാം തീയതിയാണെന്ന് തോന്നുന്നു അടുത്ത ഇവൻറ്റ് വരുന്നത്. കറക്റ്റായിട്ട് കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾ അവരുടെ പേജിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ. അത് പേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് അമലിൻ്റെ ഇതാണ്. അവിടെ ഒരു കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്. എന്നാൽ നമുക്കങ്ങനെ പേഴ്സണലി ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷേ എഗെയിൻ നമുക്കിത് കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ അമൽ പോകുന്നത് കാണണേ. ഈ ഓഫ് റോഡ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മൾ ഇതിനകത്ത് അറ്റൻഡ് ചെയ്തപ്പോഴേക്കും ഭയങ്കര രസമായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് വന്ന ട്രാക്കൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് കാണുമ്പോഴേക്കും ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അത് വീഡിയോയുടെ ക്യാമറയുടെ വിഷയം. നമ്മൾ ഈ ഒരു ഗോപ്രോ യൂസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല. പക്ഷേ എന്താണെങ്കിലും ഈ ഒരു റൈഡ് ഞങ്ങൾ പേഴ്സണലി നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു സ്പോട്ട് പഠിച്ചിരിക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു പേഴ്സണലി എനിക്ക് കിട്ടുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഹെൽത്ത് വൈസ് നമ്മൾ ഫിറ്റായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഇങ്ങനെയുള്ള ടെറൈനൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴേക്കും അവിടുത്തെ ആ ഒരു പൊല്യൂഷൻ, അതായത് നമ്മുടെ നേച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പഠിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. പ്ലസ് നമുക്കെന്നും ലൈവായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്കിഷ്ടമുള്ള ഇവൻറ്റുകൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോസസ്സ് ചെയ്യുന്നത് ആണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുക, അതിന് സമയം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രൈസ്ലെസ് ആയിട്ടുള്ള സംഭവമാണ്. അത് പ്രൈസ്ലെസ് ആകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മുടെ പേജിൽ ഇതുപോലത്തെ റൈഡിങ് വീഡിയോസും ഓഫ് റോഡ് വീഡിയോസും ഇനി കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് നമ്മുടെ ഈ ഒരു പേജ് ഡൗൺ ആയിരുന്നു. ഞാൻ അങ്ങനെ അധികം വീഡിയോസ് എടുക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇനി നമുക്ക് നമ്മുടെ വീഡിയോസ് നമ്മുടെ വ്യൂവേഴ്സിലോടും കൂടെ നമ്മൾ ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.